ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ 5, 6, 7 ക്ലാസ്സുകളിൽ നമ്മുടെ SCERTയുടെ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പദകോശം, പദപരിചയം, അതുപോലെ തന്നെ റൈറ്റേഴ്സ്, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് PSCക്ക് എന്താണോ ചോദിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ളത് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ UP സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 8, 9, 10 ക്ലാസ്സുകളിലുള്ള SCERTയുടെ മലയാളം ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് SCERT എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരിക്കലും നമുക്ക് ഒരു മാർക്ക് നമുക്ക് നഷ്ടമാവില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, പഴയതല്ല. പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേരുടെ കമന്റ്സ് കണ്ടു, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 8ാം ക്ലാസ്സിലെയാണ് കേട്ടോ. ഇത് 8ാം ക്ലാസ്സിലാണ്, 8th സ്റ്റാൻഡേർഡിന്റെ മലയാളമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ ഭാഗം ഒരു വീഡിയോ, സെക്കൻഡത്തെ ഭാഗം ഒരു വീഡിയോ, അങ്ങനെയായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 8th സ്റ്റാൻഡേർഡിൽ 1ഉം 2ഉം ഓക്കെ, 2 ബുക്കിലെയും സകല കാര്യങ്ങളും ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പദകോശം, പദപരിചയം, അതുപോലെ റൈറ്റേഴ്സ്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ബാക്കിയുള്ള ബുക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് മലയാളത്തിന്റെ ബാക്കിയുള്ള നമ്മുടെ 5, 6, 7, 8, 9, 10 അങ്ങനെയുള്ളതില് നമ്മൾ ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുന്ന സമയത്ത് 8ാം ക്ലാസ്സിലെ കുറച്ചുകൂടെ അധികം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു പോകെ നിങ്ങൾക്ക് മനസ്സിലാവും PSCയിൽ എത്രത്തോളമാണ് ഇതിന്ന് ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് എന്ന്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, ആദ്യത്തെ നമുക്ക് ഏതാന്നുള്ളത് നോക്കാം കേട്ടോ. 8th സ്റ്റാൻഡേർഡിന്റെ മലയാളമാണ്. ഓക്കെ, ആദ്യം എന്താണ്? ആദ്യത്തെ എന്ന് പറയുന്നത് അരുണൻ. അരുണൻ എന്നാൽ എന്താണ്? അരുണൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം വരുന്നത്. അരുണൻ എന്നാൽ എന്താണ്? സൂര്യൻ. ഓക്കെ, സൂര്യൻ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അസഹനീയം. അസഹനീയം എന്നാൽ എന്താണ്? സഹിക്കാനാവാത്ത, അല്ലെ? നമുക്ക് അസഹനീയം എന്ന് പറയുന്നത് എന്താണ്? സഹിക്കാനാവാത്തതിനെയാണ് നമ്മൾ അസഹനീയം എന്ന് പറയുന്നത്. ഓക്കെ, അസ്മാകം. അസ്മാകം എന്നാൽ എന്താണ്? നമ്മുടെ, ഞങ്ങളുടെ. അസ്മാകം, നമ്മുടെ, ഞങ്ങളുടെ. ഓക്കെ, അസംഖ്യം. സംഖ്യം എന്നാൽ എന്താണ്? അനവധി. അസംഖ്യം എന്നാൽ എന്താണ്? അനവധി എന്നാണ് അർത്ഥം വരുന്നത്. അസംഖ്യം, അനവധി. ആകസ്മികം. ആകസ്മികം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്നുണ്ടായത്, അല്ലെ? ആകസ്മികമായിട്ട് നമ്മൾ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ആകസ്മികമായി അത് സംഭവിച്ചു എന്നെല്ലാം നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ആകസ്മികം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്നുണ്ടായത്, പെട്ടെന്നുണ്ടായത്. ഓക്കെ, കടാക്ഷം. കടാക്ഷം എന്നാൽ എന്താണ്? കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം. ഓക്കെ, കടാക്ഷം എന്നാൽ എന്താണ്? കടക്കണ്ണുകൊണ്ടുള്ള നോട്ടത്തിനെയാണ് നമ്മൾ കടാക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ എന്നാൽ ആരാണ്? ഗൃഹസ്ഥൻ എന്നാൽ ഗൃഹനാഥനെയാണ് നമ്മൾ ഗൃഹസ്ഥൻ എന്നാൽ ഗൃഹനായകനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ചെമ്മേ. ചെമ്മേ എന്നാൽ എന്താണ്? വേണ്ടതുപോലെ. ചെമ്മേ എന്നാൽ എന്താണ്? വേണ്ടതുപോലെ. താപം. താപം എന്നാൽ എന്താണ്? സങ്കടത്തിനെയും നമ്മൾ താപം എന്ന് പറയും, ചൂടിനെയും നമ്മൾ താപം എന്ന് പറയും. ഓക്കെ, തേവിത്തേവി. തേവിത്തേവി എന്നാൽ എന്താണ്? കോരിക്കോരി, അല്ലെ? നമ്മൾ ഈ കുളത്തിലൊക്കെ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവില്ലേ, തേവി തേവി കുളിക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ തേവി തേവി എന്ന് പറയുന്നത് എന്താണ്? കോരിക്കോരി. ഓക്കെ, അതിനെയാണ് തേവി തേവി എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? തുരപ്പ്. തുരപ്പ് എന്നാൽ എന്താണ്? തുരങ്കത്തിനെയാണ് തുരപ്പ് എന്ന് പറയുന്നത്. തുരങ്കത്തിനെയാണ് തുരപ്പിനെയാണ് തുരങ്കം എന്ന് പറയുന്നത്. ഓക്കെ, നിയോഗം. നിയോഗം എന്നാൽ എന്താണ്? കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ. നിയോഗം എന്നാൽ എന്താണ്? കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ. പുക്ക് എന്നാൽ എന്താണ്? പുക്ക് എന്നാൽ പ്രവേശിച്ച്. പുക്ക് എന്നാൽ എന്താണ്? പ്രവേശിച്ച്. പടവിളി. പടവിളി എന്നാൽ എന്താണ്? യുദ്ധകാഹളം. പടവിളി എന്നാൽ എന്താണ്? യുദ്ധകാഹളം. ഓക്കെ, പെരുങ്കാട്. പെരുങ്കാട് എന്നാൽ എന്താണ്? കൊടുങ്കാടിനെയാണ് പറയുന്നത്. പെരുങ്കാട് എന്നാൽ എന്താണ്? കൊടുങ്കാട്. പെരുങ്കാട് എന്നാൽ എന്താണ്? കൊടുങ്കാട്. പെരുകുന്ന. പെരുകുന്ന, വർദ്ധിക്കുന്ന. പെരുകുന്ന എന്നാൽ എന്താണ്? വർദ്ധിക്കുന്ന. പൊറുതി കെട്ട, അല്ലെ? പൊറുതി കെട്ട. നമ്മൾ പൊറുതി കെട്ടു എന്നൊക്കെ പറയില്ലേ, എന്താണ്? സഹിക്കാനാവാത്ത, അല്ലെ? സഹിക്കാനാവാത്ത അല്ലെങ്കിൽ മതിയായി എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ പൊറുതി കെട്ട എന്നാൽ എന്താണ്? സഹിക്കാനാവാത്ത. ഓക്കെ, ആത്മവൽ സർവഭൂതാനി. ആത്മവൽ സർവഭൂതാനി, എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്ന. ആത്മവൽ സർവഭൂതാനി, എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്ന. ഓക്കെ, നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇതിൽ ഇനിയിപ്പോ ഈ നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടിൽ ഇതിൽ കൂടുതൽ ഇനി ചോദിക്കാനില്ല. കാരണം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് നോട്ട് എഴുതാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് SCERT ബുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോ കണ്ട് പഠിക്കുക, അങ്ങനെയാണെങ്കിലും ഓക്കെ. സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് പഠിക്കുന്നത് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ലാപ്പൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുന്നതും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ,
അടുത്ത എന്താണ്? ഇന്ധനം. ഇന്ധനം എന്നാൽ എന്താണ്? വിറക്. ഇന്ധനം വിറക്. ഉദ്ദിഷ്ടം. ഉദ്ദിഷ്ടം എന്താണ്? നിശ്ചയിക്കപ്പെട്ട. ഉദ്ദിഷ്ടം എന്താണ്? നിശ്ചയിക്കപ്പെട്ട. കഥാചന. കഥാചന ഒരിക്കൽ. കഥാചന എന്താണ്? ഒരിക്കൽ. ഓക്കെ, കഥാചന ഒരിക്കൽ. മറന്നില്ലല്ലി. ഓക്കെ, മറന്നില്ലല്ലി എന്താണ്? മറന്നിട്ടില്ലല്ലോ. മറന്നില്ലല്ലി മറന്നിട്ടില്ലല്ലോ. മാർത്താണ്ഡൻ സൂര്യൻ. മാർത്താണ്ഡൻ സൂര്യൻ. മാർത്താണ്ഡൻ സൂര്യൻ. മോതാൽ സന്തോഷത്തോടെ. മോതാൽ സന്തോഷത്തോടെ. മോതാൽ സന്തോഷത്തോടെ. വടു മുറിവുണങ്ങിയ പാട്. വടു എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവ് ഉണങ്ങിയ പാട് അല്ലെ. നമ്മൾ തല്ലിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പറയില്ല ഇവിടെ വടുവായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ വടു എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുണങ്ങിയ പാടാണ്. വർണ്ണത്തിളക്കം നിറപ്പകിട്ട്. വർണ്ണത്തിളക്കത്തിന് പറയുന്നത് എന്താണ്? നിറപ്പകിട്ട്. വർണ്ണത്തിളക്കം നിറപ്പകിട്ട്. വേവലാതി പരിഭ്രമം. വേവലാതി പരിഭ്രമം. വാദ്യാർ. വാദ്യാർ എന്നാൽ എന്താണ്? കുടുംബ പുരോഹിതൻ അധ്യാപകൻ അല്ലെ. വാദ്യാരെ എന്നൊക്കെ പറയാറില്ലേ? എന്താണ് വാദ്യാര്? കുടുംബ പുരോഹിതൻ അധ്യാപകൻ. സാന്ദ്രം. സാന്ദ്രം എന്നാൽ എന്താണ്? ദൃഢമായ നിറഞ്ഞ ഇടതൂർന്ന. സാന്ദ്രം ദൃഢമായ നിറഞ്ഞ ഇടതൂർന്ന. സാഹസം കഴിവിനപ്പുറമുള്ള പ്രവൃത്തി അല്ലെ. അതായത് നീ സാഹസം കാണിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന്റെ മീനിങ് എന്താണ്? അതായത് നീ നിന്റെ പരിധിക്കപ്പുറം നീ ചെയ്യാണ് അല്ലെ. അതായത് കഴിവിനപ്പുറമുള്ള പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ സാഹസം കഴിവിനപ്പുറമുള്ള പ്രവൃത്തി. സൗഹൃദം എന്താണ്? സ്നേഹമാണ്. സ്നേഹം. ഓക്കെ. അധുന. അധുന എന്നാൽ എന്താണ്? ഇപ്പോൾ. അധുന ഇപ്പോൾ. അനർഘം. അനർഘം എന്നാൽ എന്താണ്? വിലമതിക്കാനാവാത്ത ബഹുമാനം അർഹിക്കുന്ന. വിലമതിക്കാനാവാത്ത ബഹുമാനം അർഹിക്കുന്ന. അനിത്യം. അനിത്യം എന്നാൽ എന്താണ്? സ്ഥിരമല്ലാത്ത. അനിത്യം സ്ഥിരമല്ലാത്ത. അനിർവചനീയം. അനിർവചനീയം നിർവചിക്കാൻ കഴിയാത്തത്. ഓക്കെ, അനിർവചനീയം എന്നാൽ നിർവചിക്കാൻ കഴിയുന്നത്. അനിർവചനീയം എന്നാൽ എന്താണ്? നിർവചിക്കാൻ കഴിയാത്ത. അരചൻ. അരചൻ എന്താണ്? രാജാവ്. അരചൻ രാജാവ്. അരവിന്ദം താമര. അരവിന്ദം താമര. ആരാമം പൂന്തോട്ടം. ഓക്കെ, ആരാമം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ആരാമം എന്ന് വെച്ചാൽ എന്താണ്? പൂന്തോട്ടമാണ് അല്ലെ. ഇനൻ സൂര്യൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹിനൻ സൂര്യൻ നമ്മളുടെ ഈ PSC മലയാള ഭാഗത്തില് സൂര്യനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അല്ലെ. അവരുടെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസ് ചോദിക്കുമല്ലോ ഒരു വേർഡ് തന്നിട്ട്. അപ്പൊ അതില് കാണുന്നതാണ് ഇനൻ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കണേ. ഓക്കെ. ഉത്കർഷം. ഉത്കർഷം ഉയർച്ച. ഉത്കർഷം ഉയർച്ച. ഓക്കെ. തിരോഭവിക്കുക മറയുക. തിരോഭവിക്കുക മറയുക. ദുരൂഹത ഊഹിക്കാൻ വിഷമമുള്ള. നവോത്ഥാനം. നവോത്ഥാനം എന്താണ്? പുത്തൻ ഉണർവ് അല്ലെ. നവോത്ഥാനം പുത്തൻ ഉണർവ് എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്? നൈതിക ധർമ്മം. നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. പത്മാസനം. പത്മാസനം എന്താണ്? ഒരു യോഗാസനമാണ്. പത്മാസനം ഒരു യോഗാസനമാണ്. പീയൂഷം അമൃത് തേൻ. ഓക്കെ. പുരികുഴൽ. പുരികുഴൽ എന്താണ്? പുരികുഴൽ അറ്റം ചുരുണ്ട തലമുടി. പുരികുഴൽ അറ്റം ചുരുണ്ട തലമുടി. പൂപ്പാലിക പൂത്തട്ടം. പൂപ്പാലിക എന്താണ്? പൂത്തട്ടമാണ്. പൂത്തട്ടം. പ്രചോദനം. പ്രചോദനം അല്ലെ. പ്രേരണ അല്ലെ. പ്രചോദനം എന്താണ്? പ്രേരണ. പ്രതീകം അടയാളം പ്രതിബിംബം. അടയാളം പ്രതിബിംബം. മുഖരിതം. മുഖരിതം മുഴങ്ങുന്ന. ലൗകികം ലോക സംബന്ധമായ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലൗകികം ലോക സംബന്ധമായ. ഓക്കെ. വട്ടൻ. വട്ടൻ എന്നാൽ എന്താണ്? ഒരിനം നെല്ല് ഭ്രാന്തൻ. ഈ രണ്ട് മീനിങ്ങും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓപ്ഷൻസിൽ ചിലപ്പോൾ ഇത് തന്നിട്ട് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വട്ടൻ നെല്ല് എന്നൊന്നും വരില്ലല്ലോ എന്ന് ആലോചിക്കരുത്. കണ്ടോ ഇതൊക്കെയാണ് SCERTയുടെ ഒരു പ്രത്യേകത. വട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിനം നെല്ല് അല്ലെങ്കിൽ ഭ്രാന്തൻ. ഓക്കെ. അടുത്ത എന്താണ്? കലവി. ഓക്കെ. കലവി എന്താണ്? കലവി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി അല്ലെങ്കിൽ ആഘോഷം. കലവി എന്താണ്? കളി അല്ലെങ്കിൽ ആഘോഷം. ഓക്കെ. അടുത്ത എന്താണ്? ക്ലേശ ഭൂയിഷ്ടം അല്ലെ. ക്ലേശഭൂയിഷ്ടം. ക്ലേശഭൂയിഷ്ടം ക്ലേശം നിറഞ്ഞ അല്ലെ. ക്ലേശഭൂയിഷ്ടം എന്താണ്? ക്ലേശം നിറഞ്ഞ. ഓക്കെ. ഗാർഹികം ഗൃഹസംബന്ധമായ. ഗാർഹികം എന്താണ്? ഗൃഹസംബന്ധമായ. ഘനീഭവിച്ച. ഘനീഭവിച്ച എന്നാൽ എന്താണ്? കട്ട പിടിച്ച. ഘനീഭവിച്ച കട്ട പിടിച്ച. ഓക്കെ. ജീവിത ദുർഗം. ജീവിത ദുർഗം ജീവിത പ്രയാസം. ജീവിത ദുർഗം ജീവിത പ്രയാസം. ഡംഭം. ഡംഭം എന്താണ്? അഹങ്കാരമാണ്. ഡംഭം എന്നാൽ എന്താണ്? അഹങ്കാരം. ഓക്കെ. തരസ. തരസ എന്താണ്? വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന്. തരസ എന്നാൽ എന്താണ്? വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന്. താദാത്മ്യം. താദാത്മ്യം എന്താണ്? ഐക്യമാണ്. താദാത്മ്യം ഐക്യം. വിധൗ. വിധൗ എന്നാൽ എന്താണ്? സമയത്ത്. വിധൗ എന്നാൽ എന്താണ്? സമയത്ത്.
വിനിവേശയന്തം. വിനിവേശയന്തം എന്താണ്? പ്രവേശിപ്പിച്ചിരിക്കുന്ന. വിനിവേശയന്തം പ്രവേശിപ്പിച്ചിരിക്കുന്ന. വിരാജിക്കുക ശോഭിക്കുക. വിരാജിക്കുക എന്നാൽ എന്താണ്? ശോഭിക്കുക. വൈദികം വേദത്തെ സംബന്ധിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈദികം, ഗാർഹികം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ശബളം, ശമ്പളം അല്ല, ശബളം കൂടിക്കലർന്ന. ശബളം എന്താണ്? കൂടിക്കലർന്ന. ഓക്കെ. സുകൃതം അല്ലെ, സുകൃതം ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ്? പുണ്യം ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സുകൃതം പുണ്യം. സന്നദ്ധം, സന്നദ്ധം എന്താണ്? ഒരുങ്ങിയ. സന്നദ്ധം ഒരുങ്ങിയ. ഓക്കെ. അചലം, അചലം എന്താണ്? ചലനമില്ലാത്തത് അല്ലെങ്കിൽ മല. അചലം എന്താണ്? ചലനമില്ലാത്തത് മല. ഓക്കെ. അപശകുനം, അപശകുനം എന്താണ്? ദുശകുനമാണല്ലേ. അപശകുനം എന്താണ്? ദുശകുനം. അഭ്യുന്നതി, അഭ്യുന്നതി ഉയർച്ച. അഭ്യുന്നതി എന്താണ്? ഉയർച്ച. പഠിക്കുമ്പോൾ ഒരു 10 വീതം പഠിച്ചു പോയാൽ മതി കേട്ടോ ഡെയിലി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഒറ്റയടിക്കൊന്നും പഠിക്കരുത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് 10 പഠിക്കുക, അടുത്ത ദിവസം ആ 10 വായിച്ചു നോക്കുക, എന്നിട്ട് അടുത്ത 10 പഠിക്കുക, അങ്ങനെ 20 ആക്കുക, പിറ്റേ ദിവസം അത് 30 ആക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് റിവിഷനും നടക്കും, നമ്മുടെ പഠിത്തവും മുന്നോട്ട് പോകും കേട്ടോ. എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ പഠിക്കുക കേട്ടോ. അടുത്തെന്താണ്? ആകസ്മികത, പെട്ടെന്നുണ്ടാവുന്നത് അല്ലെ. നമ്മൾ ആകസ്മികമായിട്ട് ഒരാളെ കണ്ടുമുട്ടി എന്ന് പറയാറുണ്ട്. ആകസ്മികത എന്താണ്? പെട്ടെന്നുണ്ടാവുന്നത്. ആംഗലവാഴ്ച, ആംഗലവാഴ്ച എന്താണ്? ഇംഗ്ലീഷ് ഭരണം. ആംഗലവാഴ്ച ഇംഗ്ലീഷ് ഭരണം. ആശുകം, ആശുകം എന്താണ്? അമ്പ്, വായു, പക്ഷി. ആശുകം എന്താണ്? അമ്പ്, വായു, പക്ഷി. ഉദ്ഗമം, ഉദ്ഗമം എന്താണ്? ഉയർച്ചയെയാണ് കാണിക്കുന്നത്. ഉദ്ഗമം എന്താണ്? ഉയർച്ച. ഓക്കെ. ഊരാൺമക്കാർ, ഊരാൺമക്കാർ എന്നാൽ എന്താണ്? ക്ഷേത്രങ്ങളിലും മറ്റും അധികാരം ഉള്ളവര്. ഓക്കെ. ഊരാൺമക്കൾ എന്നാൽ എന്താണ്? ക്ഷേത്രങ്ങളിലും മറ്റും അധികാരം ഉള്ളവര്. ഏവം, ഏവം എന്നാൽ എന്താണ്? ഇപ്രകാരം. ഏവം എന്നാൽ എന്താണ്? ഇപ്രകാരമാണ്. ഓജസ്, ജീവചൈതന്യം. ഓജസ് എന്താണ്? ഓജസ്സും തേജസ്സും എന്ന് പറയാറുണ്ടല്ലേ. ഓജസ് എന്താണ്? ജീവചൈതന്യം. ഓടിയോടം, ഓടിയോടം എന്താണ്? വേഗവും ഭംഗിയുമുള്ള ഒരു തരം ചെറിയ വള്ളം. ഓക്കെ. വേഗവും ഭംഗിയുമുള്ള ഒരു തരം ചെറിയ വള്ളം. ഓക്കെ. കജ്ജളം, കജ്ജളം എന്താണ്? ചെളിയാണ് പറയണത്. കജ്ജളം എന്നാൽ എന്താണ്? ചെളിയാണ് പറയണത്. ചെളി. കാതരൻ, കാതരൻ എന്താണ്? അധീരൻ. കാതരൻ, അധീരൻ. ഓക്കെ. കാറണിച്ചളി, കാറണിച്ചളി എന്താണ്? കറുത്ത ചെളി. കറുത്ത ചെളി. കുറുകുറു, കുറുകുക, കുറുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശബ്ദിക്കുക അല്ലെ. കുറുകുക എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ചകോരം, ചെമ്പോത്ത്, ഉപ്പൻ. ഓക്കെ. ചകോരം, ചെമ്പോത്ത്, ഉപ്പൻ. ഓക്കെ. ചിത്രവർണം, ചിത്രവർണം നാനാജാതി നിറം. നാനാജാതി നിറം. ചിലാന്തി. ഓക്കെ. ചീലാന്തി. ചീലാന്തി എന്താണ്? പുരയുടെ ഒരു തരം ബീമാണ്. ചീലാന്തി പുരയുടെ ഒരു തരം ബീം. തിരുപ്പിടിക്കുക, തിരുപ്പിടിക്കുക എന്നാൽ എന്താണ്? തിരുകി പിടിക്കുക. ഓക്കെ. നമ്മൾ തുരുകുക എന്നൊക്കെ പറയില്ല, അതാണെന്ന് തോന്നുന്നു. തിരിപ്പിടിക്കുക എന്നാൽ തിരുകി പിടിക്കുക. ഓക്കെ. ധ്വജം, കൊടിമരം. ധ്വജം എന്താണ്? കൊടിമരമാണ്. ഓക്കെ. നന്ദിനി, കാമധേനുവിന്റെ പുത്രി. ഓക്കെ. നന്ദിനി എന്താണ്? കാമധേനുവിന്റെ പുത്രി. നിക്കടം, നിക്കടം സമീപം. നിക്കടം എന്താണ്? സമീപം. നിർനിമേഷം, നിർനിമേഷം എന്താണ്? കണ്ണിമയ്ക്കാതെ. നിർനിമേഷം കണ്ണിമയ്ക്കാതെ. നിർവൃതി. ഓക്കെ. നിർവൃതി എന്താണ്? ആനന്ദമാണ്. നിർവൃതി ആനന്ദം. നിശൂന്യം, നിശൂന്യം എന്താണ്? നിശേഷം ശൂന്യം. നിശേഷം ശൂന്യം. നിഷ്ക്രമിക്കുക, നിഷ്ക്രമിക്കുക പുറത്തു പോവുക. പുറത്ത് പോവുക. ഓക്കെ. അടുത്തെന്താണ്? പഞ്ഞിക്കെടുതി. പഞ്ഞിക്കെടുതി എന്നാൽ എന്താണ്? ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട് കേട്ടോ. ക്ഷാമകാലത്തെ ബുദ്ധിമുട്ടിനെയാണ് പഞ്ഞക്കെടുതി എന്ന് പറയണം. പഞ്ഞക്കെടുതി. ഓക്കെ. പിശുനൻ, പിശുനൻ എന്താണ്? ഏഷണിക്കാരൻ. പിശുനൻ എന്താണ്? ഏഷണിക്കാരനെയാണ് പറഞ്ഞത്. പിശുനൻ, ഏഷണിക്കാരൻ. ഓക്കെ. പ്രധാന നോൽക്കൻ. ഓക്കെ. പ്രധാനോൽക്കൻ, പ്രധാനോൽക്കൻ എന്താണ്? പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. ഓക്കെ. പ്രണവം, ഓങ്കാരം. പ്രണവം എന്താണ്? ഓങ്കാരമാണ്. ഓക്കെ. പ്രഭാവം, മഹിമ. പ്രഭാവം എന്താണ്? മഹിമയാണ്. മഹിമ. ഫഗീർ, ഫഗീർ എന്നാൽ എന്താണ്? മുസ്ലിം സന്യാസി. മുസ്ലിം സന്യാസിയെ പറയുന്ന പേരാണ് ഫഗീർ. ബ്രഹ്മം, പരമാത്മാവ്. ബ്രഹ്മം, പരമാത്മാവ്. ഭൂരിജനങ്ങൾ, ജനങ്ങളിൽ ഏറിയ പങ്കും. ജനങ്ങളിൽ ഏറിയ പങ്കും.
മുക്തി, മോക്ഷം, മോന്തുക, കുടിക്കുക അല്ലെ. മോന്തുക എന്നാൽ എന്താണ്? കുടിക്കുക എന്നുള്ളതാണ് വരുന്നത്. യജ്ഞം എന്താണ്? യാഗമാണ് അല്ലെ. യോഗവിത്ത്, യോഗവിത്ത്, യോഗവിദ്യ അറിയുന്നവൻ യോഗി. ഓക്കെ, യോഗവിത്ത് എന്നാൽ എന്താണ്? യോഗവിദ്യ അറിയുന്നവൻ യോഗി. ഓക്കെ. ലേപം, ലേപം എന്നാൽ എന്താണ്? പുരട്ടാനുള്ളത്. ലേപം എന്നാൽ എന്താണ്? പുരട്ടാനുള്ളത്. ഓക്കെ. വിഹായസ്, വിഹായസ് എന്താണ്? ആകാശം. വിഹായസ് ആകാശമാണ്. വിഹീനം ഉപേക്ഷിക്കപ്പെട്ട, ഇല്ലാത്ത. ഓക്കെ, ഉപേക്ഷിക്കപ്പെട്ട, ഇല്ലാത്ത. ശമം മനോവികാരങ്ങളുടെ ശാന്തി. ഓക്കെ, ശമം എന്താണ്? മനോവികാരങ്ങളുടെ ശാന്തി. ഓക്കെ. ശസ്ത്രം, ശസ്ത്രം എന്താണ്? ആയുധമാണ്. ശസ്ത്രം എന്താണ്? ആയുധമാണ്. സദായാസൻ, സദായാസൻ എന്താണ്? എപ്പോഴും പ്രവർത്തിക്കുന്നവൻ. സദായാസൻ എപ്പോഴും പ്രവർത്തിക്കുന്നവൻ. സമത്വം, സമസ്വച്ഛം, സമസ്വച്ഛം എന്താണ്? കളങ്കമില്ലാതെ. സമസ്വച്ഛം കളങ്കമില്ലാതെ. സങ്കരം യുദ്ധം. സ്വൈര്യം, സ്വൈര്യം എന്താണ്? സ്ഥിരനിശ്ചയം ക്ഷമ. ഓക്കെ, സ്വൈര്യം എന്താണ്? സ്ഥിരനിശ്ചയം ക്ഷമ. ഓക്കെ. ഇതാണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു എന്താണെന്നറിയില്ല, 8th സ്റ്റാൻഡേർഡിൽ നിറയെ കൊടുത്തിട്ടുണ്ട് ഈ പദപരിചയം, പദകോശം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കുക. ഓക്കെ. ഓക്കെ, നോക്കിയാലോ. അനുജ്ഞ. ഓക്കെ, അനുജ്ഞ എന്താണ്? കൽപ്പന, ഉത്തരവ്, അനുവാദം. അനുജ്ഞ എന്നാൽ എന്താണ്? കൽപ്പന, ഉത്തരവ്, അനുവാദം. അഭിഭൂതം, അഭിഭൂതം എന്താണ്? പരാജയം, പരിഭവം. ഓക്കെ, പരാജയം, പരിഭവം. ഓക്കെ, പരാജയം, പരിഭവമാണ്. അഭിശപ്തൻ, അഭിശപ്തൻ എന്താണ്? ശപിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദുഷിക്കപ്പെട്ടവൻ. അഭിശപ്തൻ ശപിക്കപ്പെട്ടവൻ, ദുഷിക്കപ്പെട്ടവൻ. അഭ്യുദയാകാംക്ഷ, അഭ്യുദയകാംക്ഷ എന്നാൽ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കൽ. അഭ്യുദയകാംക്ഷ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കൽ. അഷ്ടദിക്പാലകർ, 8 ദിക്കുകളെ പാലിക്കുന്നവർ. ഈ ചോദ്യം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് PSC 2-3 തവണ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാൻ തന്നെ എഴുതിയിട്ടുള്ള 2 എക്സാമിൽ ഇതുണ്ടായിരുന്നു. അഷ്ടദിക്പാലർ എന്നാൽ എന്താണ്? 8 ദിക്കുകളെ പാലിക്കുന്നവർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8 ദിക്കുകളെ പാലിക്കുന്നവർ എന്ന അർത്ഥം വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് തന്നിട്ട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എന്താണ്? കാലഗതി, കാലഗതി സമയത്തിന്റെ പോക്ക് അല്ലെങ്കിൽ മരണം. ഓക്കെ, സമയത്തിന്റെ പോക്ക് അല്ലെങ്കിൽ മരണത്തിനെയാണ് പറയുന്നത്. കിടയറ്റ, കിടയറ്റ എന്താണ്? എതിരില്ലാത്ത. കിടയറ്റ എന്താണ്? എതിരില്ലാത്ത. കൃതജ്ഞത, കൃതജ്ഞത എന്താണ്? നന്ദികേട്, നന്ദികേട്. ഓക്കെ, അടുത്ത എന്താണ്? കിടയറ്റ അല്ലെ. കിടയറ്റ എന്താണ്? എതിരില്ലാത്ത. കിടയറ്റ എന്താണ്? എതിരില്ലാത്ത. ഓക്കെ, കൃതജ്ഞത, നന്ദികേട്. കൃതജ്ഞത എന്താണ്? നന്ദികേട്. ഓക്കെ. കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. കൗന്ദേയൻ എന്താണ്? കുന്തിയുടെ പുത്രൻ. ഓക്കെ. ക്രന്ദനം, ക്രന്ദനം എന്താണ്? കരച്ചിലിനെയാണ് പറയുന്നത്. ഓക്കെ, ക്രന്ദനം എന്താണ്? കരച്ചിലാണ്. ചീലാന്തി, ചീലാന്തി മോന്തായം, മോന്തായമാണ് ചീലാന്തി. ജീവസറ്റ, ജീവസറ്റ എന്താണ്? ചൈതന്യം നഷ്ടപ്പെട്ട. ഓക്കെ, ജീവസറ്റ ചൈതന്യം നഷ്ടപ്പെട്ട. ജ്ഞാപനം, ജ്ഞാപനം എന്താണ്? അറിയിപ്പിനെയാണ് പറയുന്നത് കേട്ടോ. ജ്ഞാപനം എന്താണ്? അറിയിപ്പ്. അടുത്ത എന്താണ്? തമ്പകം, തമ്പകം എന്താണ്? ഒരു തരം വൃക്ഷം. ഓക്കെ, തമ്പകം എന്താണ്? ഒരു തരം വൃക്ഷത്തിനെയാണ് പറയുന്നത്. ഓക്കെ. സ്ഥാനം, സ്ഥാനം എന്താണ്? സ്വരവിസ്താര മുറ. ഓക്കെ, സ്ഥാനം എന്താണ്? സ്വരവിസ്താര മുറ. ഓക്കെ. താലപത്രം, താലപത്രം എന്താണ്? തെങ്ങോല, കരിമ്പനയോല. തെങ്ങോല, കരിമ്പനയോല. ഓക്കെ. തുങ്കാഗ്രം, തുങ്കാഗ്രം എന്താണ്? ഉയർന്ന അഗ്രം കൊടുമുടി. ഉയർന്ന അഗ്രം കൊടുമുടി. ഓക്കെ. തൊങ്ങിത്തേങ്ങി, തൊങ്ങിത്തേങ്ങി എന്താണ്? ഏന്തി വലിഞ്ഞ് പരസഹായത്തോടെ. ഓക്കെ, തൊങ്ങിത്തേങ്ങി എന്ന് പറയുന്നത് ഏന്തി വലിഞ്ഞ് പരസഹായത്തോടെ. ത്വര, ത്വര എന്താണ്? വെമ്പലാണ് അല്ലെ. അപ്പൊ അവൾക്കത് പറയാൻ ഭയങ്കര ത്വരയാണ്, അല്ലെങ്കിൽ അവനത് പറയാൻ ഭയങ്കര ത്വരയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അത് പറയാൻ ഭയങ്കര വെമ്പി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ വെമ്പൽ. ഓക്കെ. അടുത്ത എന്താണ്? ത്വൽ, ത്വൽ എന്നാൽ എന്താണ്? നിന്റെ. ത്വൽ എന്നാൽ എന്താണ്? നിന്റെ. ദേശികൻ, ദേശികൻ എന്താണ്? ആചാര്യൻ. ദേശികൻ ആചാര്യൻ. ദ്വിജൻ, ദ്വിജൻ എന്താണ്? ബ്രാഹ്മണനെയാണ് പറയുന്നത്. ദ്വിജൻ ബ്രാഹ്മണൻ. ദ്വൈരഥം, ദ്വൈരഥം എന്താണ്? രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധം. ഓക്കെ, ദ്വൈരഥം രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധം. ഓക്കെ. നാനി, നാനി എന്താണ്? പെരുന്തച്ഛന്റെ ഭാര്യ. പെരുന്തച്ഛന്റെ ഭാര്യ. ഓക്കെ. പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ
പറയുന്ന സമയത്ത് ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പെരുന്തച്ഛന്റെ ഭാര്യയ്ക്ക് പറയുന്ന പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനി എന്നാണ് പറയുന്നത്. ഓക്കെ. പുകൾ എന്താണ്? കീർത്തി, സ്തുതി. പുകൾ എന്താണ്? കീർത്തി, സ്തുതി. ഓക്കെ. പൂതലിക്കുക, ദ്രവിക്കുക. പ്രാജ്ഞൻ എന്താണ്? വിദ്വാനെയാണ് പറയുന്നത്. പ്രാജ്ഞൻ, വിദ്വാൻ. ഓക്കെ. ഭൃംഗം, ഭൃംഗം എന്താണ്? വണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഭൃംഗം എന്താണ്? വണ്ടാണ്, വണ്ട്. ബർസലിക്കുക. ഓക്കെ. ബർസലിക്കുക എന്ന് കഴിഞ്ഞാൽ എന്താണ്? നിന്ദിക്കുക. ബർസലിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നിന്ദിക്കുക. ഭ്രാതാവ് ആരാണ്? സഹോദരൻ, കുറ്റമിത്രം. ഓക്കെ. മട്ടോലും, തേൻ ഒലിക്കുന്ന. മട്ടോലും എന്നാൽ എന്താണ്? തേൻ ഒലിക്കുന്ന. മട്ടോലും എന്നാൽ എന്താണ്? തേൻ ഒലിക്കുന്ന. ഓക്കെ. അടുത്തത് ആക്രന്ദനം എന്താണ്? വലിയ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി. ആക്രന്ദനം എന്താണ്? വലിയ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളിനെയാണ് പറയുന്നത്. ആമോദം എന്താണ്? സൗരഭ്യം, സന്തോഷം. ആമോദം എന്താണ്? സൗരഭ്യം, സന്തോഷം. ആയസഗോളം എന്താണ്? ഇരുമ്പ് ഗോളത്തിനെയാണ് പറയുന്നത്. ആയസഗോളം, ഇരുമ്പ് ഗോളം. എലുമ്പ്, എല്ല്. കല്ലോലം എന്താണ്? തിരമാല. കാനീനൻ എന്താണ്? കന്യകയുടെ പുത്രൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാനീനൻ എന്നാൽ കന്യകയുടെ പുത്രൻ. കാമസുരഭി എന്താണ്? കാമധേനുവാണ്. കാമധേനു. മാസ്മരികം മനഃശക്തി ഉപയോഗിച്ച് അന്യരെ നിയന്ത്രിക്കുക. മോന്തായം പുരയുടെ കഴുക്കോൽ പിടിപ്പിക്കുന്ന നീളമുള്ള തടി. ഓക്കെ. മോന്തായം എന്താണ്? പുരയുടെ കഴുക്കോൽ പിടിപ്പിക്കുന്ന നീളമുള്ള തടി. വനസ്ഥലി എന്താണ്? കാട്ടുപ്രദേശം. വനസ്ഥലി എന്നാൽ എന്താണ്? കാട്ടുപ്രദേശം. വനഹൃദന്തം വനത്തിന്റെ ഉള്ളിൽ. വാജി എന്താണ്? കുതിരയാണ് കേട്ടോ. കുതിര. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാജി, കുതിര. ഓക്കെ. വാർമെത്തും ഭംഗി വർദ്ധിച്ച. വാർമെത്തും എന്താണ്? ഭംഗി വർദ്ധിച്ച. വിക്രമി എന്താണ്? ശക്തൻ അല്ലെങ്കിൽ പരാക്രമി. വിക്രമി ശക്തൻ അല്ലെങ്കിൽ പരാക്രമി. വിജനത എന്താണ്? ആളൊഴിഞ്ഞ അവസ്ഥ. വിപ്രൻ എന്താണ്? ബ്രാഹ്മണൻ. വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം വരുന്നത്. വിഭൂതി എന്താണ്? ഐശ്വര്യമാണ്. ഐശ്വര്യം. ഓക്കെ. വൃഷ്ണി എന്താണ്? യാദവനാണ്. യാദവൻ. ഓക്കെ. വൃഷ്ണി എന്താണ്? യാദവനാണ്. അടുത്ത എന്താണ്? വെൺകൊറ്റക്കുട. ഓക്കെ. വെൺകൊറ്റക്കുട എന്നാൽ എന്താണ്? രാജചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളക്കുടയ്ക്ക് പറയുന്ന പേരാണ് വെൺകൊറ്റക്കുട. ഓക്കെ. വെഞ്ചാമരം എന്താണ്? ചമരി മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തു. ഓക്കെ. അതായത് വെൺചാമരം എന്താണ്? ചമരി മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തു. ഓക്കെ. വേദപാരംഗതൻ എന്താണ്? വേദത്തില് വൈദഗ്ധ്യം നേടിയവൻ. ഓക്കെ. വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ. ശമം എന്താണ്? മനസ്സിന്റെ അടക്കം അല്ലെങ്കിൽ സമാധാനം. സമാധാനം. ശങ്കരദേശിക ശങ്കരാചാര്യരുടെ. ഓക്കെ. അതായത് ശങ്കരദേശിക എന്ന് പറയുന്നത് ദേശഭാഷ. ഓക്കെ. അതായത് ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷയാണ് ശങ്കരദേശിക ദേശഭാഷ എന്ന് പറയുന്നത്. ശങ്കരദേശിക ദേശഭാഷ എന്താണ്? ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ. ഓക്കെ. അടുത്തത് സമൂലം എന്താണ്? വേരോടെ എന്നാണ് അർത്ഥം വരുന്നത്. സമൂലം എന്താണ്? വേരോടെ. സഹോടൻ എന്താണ്? വിവാഹകാലത്തു തന്നെ സ്ത്രീയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന പുത്രൻ. സഹോടൻ എന്താണ്? വിവാഹകാലത്ത് തന്നെ സ്ത്രീയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന പുത്രനാണ് സഹോടൻ. ഓക്കെ. അടുത്തത് മധുമാസം, വസന്തകാലം. മധുമാസം എന്താണ്? വസന്തകാലം. അടുത്തത് മന്ദീഭവിക്കുക, ക്ഷീണിക്കുക. മരം കൊണ്ടുള്ള ഒരു തരം പാത്രം. മരിക എന്താണ്? മരം കൊണ്ടുള്ള ഒരു തരം പാത്രം. ഓക്കെ. മർമരം ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. മർമരം എന്താണ്? ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. സൗഭ്രാത്രം എന്താണ്? സഹോദര സ്നേഹമാണ്. സഹോദര സ്നേഹം. സംശ്രയം ആശയം. സംശയമല്ല, സംശ്രയം ആശ്രയം. സ്തോഭം എന്താണ്? ചൈതന്യരഹിതമായ. സ്തംഭിച്ചു നിൽക്കുന്നവൻ. സ്തബ്ധൻ എന്താണ്? സ്തംഭിച്ച് നിൽക്കുന്നവൻ. ഓക്കെ. അടുത്തത് അകമ്പടി എന്താണ്? കൂടെ ചേർന്ന് സഹായിക്കുന്നവർ അഥവാ പരിവാരം. ഓക്കെ. എന്താണ് അകമ്പടി? എന്താണ്?
കൂടെ ചേർന്ന്, ഓക്കെ, അകമ്പടി എന്ന് പറയുന്നത് കൂടെ ചേർന്ന് സഹായിക്കുന്നവര്, പരിവാരം. ഓക്കെ, ഇതാണ് പറയുന്നത്. അടുത്ത എന്താണ്? അനിഷേധ്യൻ. അനിഷേധ്യൻ നിഷേധിക്കാനാവാത്തവൻ. അനിഷേധ്യൻ എന്താണ്? നിഷേധിക്കാൻ. ഓക്കെ, അനിഷേധ്യൻ എന്താണ്? നിഷേധിക്കാനാവാത്തവൻ. അംബിക. അംബിക എന്താണ്? ലോകമാതാവ് എന്ന സങ്കല്പകം. അംബിക എന്നാൽ എന്താണ്? ലോകമാതാവ് എന്ന സങ്കല്പം. അർക്കൻ. അർക്കൻ സൂര്യനാണ്. അർക്കൻ എന്നാൽ എന്താണ്? സൂര്യൻ. ആകാരം രൂപം. ആകാരം എന്താണ്? രൂപം. ഉച്ചസ്ഥായി. ഉച്ചസ്ഥായി എന്നാൽ എന്താണ്? ഏറ്റവും ഉയർന്ന അവസ്ഥ. ഏറ്റവും ഉയർന്ന അവസ്ഥ. ഉപാംഗങ്ങൾ. ഉപാംഗങ്ങൾ എന്താണ്? സഹായികളാണ്. ഉപാംഗങ്ങൾ സഹായികൾ. ഉറുമാൽ. ഉറുമാൽ എന്താണ്? കൈലേസ് തൂവാല. ഉറുമാല് കൈലേസ് തൂവാല. എന്നിയെ. എന്നിയെ എന്നാൽ എന്താണ്? കൂടാതെ അല്ലെങ്കിൽ ഇല്ലാതെ. എന്നിയെ കൂടാതെ ഇല്ലാതെ. കച്ച. കട്ടിയുള്ള ഒരു തരം വസ്ത്രം. കച്ച എന്താണ്? കട്ടിയുള്ള ഒരു തരം വസ്ത്രം. ഓക്കെ. കലാസഞ്ചയം. കലാസഞ്ചയം കലകളുടെ കൂട്ടം. കലാസഞ്ചയം കലകളുടെ കൂട്ടം. കാഞ്ചി. കാഞ്ചി എന്നാൽ എന്താണ്? അരഞ്ഞാൺ. കാഞ്ചി എന്നാൽ എന്താണ്? അരഞ്ഞാൺ. കാഞ്ചി അരഞ്ഞാൺ. കീർത്തിമുദ്ര. പ്രശസ്തിയുടെ അടയാളം. കീർത്തിമുദ്ര എന്താണ്? പ്രശസ്തിയുടെ അടയാളം. കേണ്. അപേക്ഷിച്ച്. കേണ് അപേക്ഷിച്ച്. കൊട്ടുകച്ചേരി. ഒരു മേളപ്രകടനം. കൊട്ടുകച്ചേരി എന്താണ്? ഒരു മേള പ്രകടനം. ക്രൗര്യം. ക്രൂരത. ക്രൗര്യം ക്രൂരത. ചുട്ടി. അരിമാവ് കറി. ചുട്ടി അരിമാവ് കറി. ചൊട്ടിക്കാരൻ എന്നാൽ എന്താണ്? ചുട്ടി കുത്തി കൊടുക്കുന്നയാൾ. ചുട്ടിക്കാരൻ എന്താണ്? ചുട്ടി കുത്തി കൊടുക്കുന്നയാൾ. തന്മ. വിശേഷ സ്വഭാവം. തന്മ വിശേഷ സ്വഭാവം. തന്മ വിശേഷ സ്വഭാവം പ്രത്യേകത കേട്ടോ. രണ്ടും ഉണ്ട്, വിശേഷ സ്വഭാവവും പ്രത്യേകതയും. ഓക്കെ. തന്മയത്വം താതാത്മ്യം. തന്മയത്വം താതാത്മ്യം. ഓക്കെ. തനിയാവർത്തനം. തനിയാവർത്തനം വാദ്യക്കാരുടെ ഒരു സ്വാതന്ത്ര്യാവിഷ്കാരം. ഓക്കെ. തനിയാവർത്തനം വാദ്യക്കാരുടെ ഒരു സ്വാതന്ത്ര്യാവിഷ്കാരം. ഓക്കെ. തന്ത്രിവാദ്യം. തന്ത്രിവാദ്യം എന്താണ്? കമ്പികളും ചരടുകളും ഉപയോഗിച്ചുള്ള വാദ്യം. ഓക്കെ. കമ്പികളും ചരടുകളും ഉപയോഗിച്ചിട്ടുള്ള വാദ്യത്തിനെയാണ് നമ്മൾ തന്ത്രിവാദ്യം എന്ന് പറയുന്നത്. ഓക്കെ. താവകം. താവകം എന്താണ്? നിന്റെ അങ്ങയുടെ. താവകം തൊങ്ങലുകൾ. ഓക്കെ. താവകം താവകം നിന്റെ അല്ലെങ്കിൽ അങ്ങയുടെ. തൊങ്ങലുകൾ എന്ന് പറയുന്നത് അലങ്കാരങ്ങളെയാണ് പറയുന്നത്. തൊങ്ങലുകൾ എന്താണ്? അലങ്കാരങ്ങൾ. ധ്യാന നിമഗ്നൻ. ധ്യാന നിമഗ്നൻ ധ്യാനത്തിൽ മുഴുകിയവൻ. ധ്യാന നിമഗ്നൻ ധ്യാനത്തിൽ മുഴുകിയവൻ. നവോന്മേഷം പുത്തൻ ഉണർവ്. നവോന്മേഷം എന്താണ്? പുത്തൻ ഉണർവാണ്. നീരവം ശബ്ദമില്ലാത്ത. പട്ടാണി മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗമാണ്. പട്ടാണി എന്താണ്? മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗമാണ്. പരസഹസ്രം. പരസഹസ്രം ആയിരക്കണക്കിന്. പരസഹസ്രം ആയിരക്കണക്കിന്. പുരുഷാരം. പുരുഷാരം എന്താണ്? ജനക്കൂട്ടമാണ് കേട്ടോ. പുരുഷാരം എന്നാൽ എന്താണ്? ജനക്കൂട്ടമാണ്. ഓക്കെ. അടുത്തത് പൂർവം. ആദ്യം കിഴക്ക് അല്ലെങ്കിൽ കൂടി. ഓക്കെ. ആദ്യം കിഴക്ക് കൂടി. ഓക്കെ. ബദൽ. ബദൽ എന്നാൽ എന്താണ്? പകരമായിട്ടുള്ളത്. പകരമായുള്ളതിനെയാണ് നമ്മൾ ബദൽ എന്ന് പറയുന്നത്. ബൃഹദാകാരങ്ങൾ. ബൃഹദാകാരങ്ങൾ വലിയ രൂപങ്ങൾ. വലിയ രൂപങ്ങൾ. മധ്യാഹ്നം നട്ടുച്ച. മധ്യാഹ്നം നട്ടുച്ച. മുഖരം. മുഖരം എന്താണ്? ശബ്ദമുണ്ടാക്കുന്ന. മുഖരം ശബ്ദമുണ്ടാക്കുന്ന. മൂർച്ഛിക്കുക. മൂർച്ഛിക്കുക മോഹാലസ്യപ്പെടുക. മൂർച്ഛിക്കുക എന്താണ്? മോഹാലസ്യപ്പെടുക. മൂർധന്യം. മൂർധന്യം ഏറ്റവും ഉയർന്ന നില. ഓക്കെ. യവനൻ. യവനൻ എന്താണ്? ഗ്രീസ് ദേശത്തുള്ളവനെയാണ് യവനൻ എന്ന് പറയുന്നത്. വടക്കുന്നാഥൻ ശിവൻ. വടക്കുന്നാഥൻ ശിവൻ. വിസ്ഫോടനം വലിയ പൊട്ടിത്തെറി. വിസ്ഫോടനം എന്താണ്? വലിയ പൊട്ടിത്തെറി. വിളംബിതം. വിളംബിതം ഉച്ചസ്ഥായിയിലുള്ള ചടുലമായ. വിളംബിതം ഉച്ചസ്ഥായിയിലുള്ള ചടുലമായ. ഓക്കെ. വേഷവിധാനം. വേഷങ്ങള് ഒരുക്കങ്ങള്. വേഷവിധാനം വേഷങ്ങള് ഒരുക്കങ്ങള്. വേഷവിധാനം. വേഷവിധാനം എന്താണ്? വേഷാലങ്കാരങ്ങൾ. വേഷാലങ്കാരങ്ങൾ. ഓക്കെ. ശൂരൻ പരാക്രമി. ശൂരൻ പരാക്രമി. ശോണിമ ചുവപ്പ്. ശോണിമ ചുവപ്പ്. സപര്യ. സപര്യ പൂജ. സമ്മോഹനം മോഹിപ്പിക്കുന്നത്. സമ്മോഹനം മോഹിപ്പിക്കുന്നത്. സാമോദം സന്തോഷത്തോടെ. സ്വാധികാരം തന്റെ അധികാരം. സ്വാധികാരം തന്റെ അധികാരം. ഓക്കെ. അപ്പൊ ഇതില് ഫസ്റ്റത്തെ ഇതില് നമ്മുടെ ബുക്കിലുള്ളതിന്റെ പദകോശം ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഉണ്ട്. അതിപ്പോ നമ്മൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സ്ട്രാ വരുന്നത്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്
നിങ്ങൾ പല PSCയിലും കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ഈ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതില് നമുക്ക് ഉള്ളത് നോക്കാം. വന്നു അധികം ഇല്ല, എന്താണ്? വന്നില്ല. വന്നു അധികം ഇല്ല, ഇതാണ് പിരിച്ചെഴുത്ത്, ഇതാണ് ചേർത്തെഴുത്ത്. ഓക്കെ, വന്നു അധികം ഇല്ല ഈക്വൽ ടു വന്നില്ല. ഓക്കെ, തേവി അധികം തേവി, എന്താണ്? തേവി തേവി. തേവി അധികം തേവി, തേവി തേവി. മഴ അധികം ഇല്ല, എന്താണ്? മഴയില്ല. മഴ അധികം ഇല്ല, മഴയില്ല. അതാ PSCയുടെ ഇഷ്ട ചോദ്യം അല്ലെ, വിൺതലം. വിൺതലം. ഓക്കെ, വിൺതലം എന്താണ്? വിൺതലം. ഈ വിൺതലം ഒക്കെ ആദ്യം കാണുന്ന സമയത്ത് ഇത് എവിടെന്നാ വന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. പിന്നീട് SCERTയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായപ്പോഴാണ് അറിഞ്ഞത് ഇതൊക്കെ മുക്കാലും ചോദിക്കുന്നത് ഈ ബുക്കുകളിൽ നിന്നാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോ വിൺ അധികം തലം, വിൺതലം. ഓക്കെ, കരാരവിന്ദം. കരാരവിന്ദം, അരവിന്ദം പോലുള്ള കരം. ഓക്കെ, കരാരവിന്ദം, അരവിന്ദം പോലുള്ള കരം. കരാരവിന്ദം എന്താണ്? അരവിന്ദം പോലുള്ള കരം. അരവിന്ദം അരവിന്ദം പോലുള്ള കരം. അരവിന്ദം പോലുള്ള കരം. ഓക്കെ, അടുത്ത എന്താണ്? പൊന്നാണയം. പൊന്നാണയം എന്താണ്? പൊന്നു കൊണ്ടുള്ള നാണയം. പൊന്നാണയം എന്താണ്? പൊന്നു കൊണ്ടുള്ള നാണയം. പൊന്നു കൊണ്ടുള്ള നാണയം. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിൽ നിന്നും കൊടുത്തിട്ടുള്ള കുറച്ച് വരികളാണ്. അപ്പൊ ഇത് വായിച്ചു നോക്കുക കേട്ടോ. ഇത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ 2 വരി 4 വരി ഒക്കെ കൊടുത്തിട്ട് എഴുത്തുകാരാരാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ആത്മോപദേശ ശതകത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നുള്ളതിൽ നിന്നും അക്കിത്തത്തിന്റെ ഒരു കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതും നോക്കി വെക്കുക. അടുത്തത് വീണ്ടും തന്നിട്ടുണ്ട്. വേദപാരംഗതൻ. വേദപാരംഗതൻ എന്നാൽ എന്താണ്? വേദപാരംഗതൻ എന്നാൽ വേദത്തിന്റെ പാരം ഗമിച്ചവൻ. വേദത്തിന്റെ പാരം ഗമിച്ചവൻ. പ്രപഞ്ചവിധാനം. പ്രപഞ്ചവിധാനം എന്താണ്? പ്രപഞ്ചത്തിന്റെ വിധാനം. പ്രപഞ്ചത്തിന്റെ വിധാനം. ഓക്കെ, ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാധയുടെ മകന്റെ പേരാണ് രാധേയൻ. രാധയുടെ മകന്റെ പേര് രാധേയൻ. കുന്തിയുടെ മകന്റെ പേരാണ് കൗന്ദേയൻ. കുന്തിയുടെ മകന്റെ പേരെന്താണ്? കൗന്ദേയൻ. ഓക്കെ, അടുത്തത് ഇതിൽ തന്നെ കുറച്ച് ബാക്കിലായിട്ട് കൊടുത്തിട്ടുള്ള റൈറ്റേഴ്സിന്റെ ആണ് കേട്ടോ. റൈറ്റേഴ്സിന്റെ കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ. നമുക്കിത് മലയാളത്തിൽ ഉപകാരപ്പെട്ടില്ലെങ്കിൽ പോലും സാഹിത്യത്തിന്റെ ഭാഗത്ത് ഇത് ചോദിക്കാനുള്ള സാധ്യത 90% ഇത് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പഠിച്ചില്ലെങ്കിലും നമ്മൾ സാഹിത്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മളിത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഓക്കെ, ആദ്യത്തെ വ്യക്തി ആരാണ്? രാമപുരത്ത് വാര്യരാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ജനനം. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവി തിരുവിതാംകൂർ മഹാരാജാവിൻ ആയിരുന്ന മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന ആശ്രിതനായിരുന്നു. ഓക്കെ, അതായത് മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, ഭാഷാഷ്ടപതി, നൈഷേദം, തിരുവാതിരപ്പാട്ട് തുടങ്ങിയവയാണ് പ്രധാന കൃതികള്. ഓക്കെ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് മലയാളത്തിന്റെ ഭാഗത്ത് ചോദിച്ചില്ലെങ്കിൽ കൂടി സാഹിത്യത്തിന്റെ ഭാഗത്ത് ചോദിക്കാൻ 100% അല്ലെങ്കിൽ 99% സാധ്യതയുള്ളതാണ് ഇവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യത എന്താണ്? അവരുടെ കൃതികളാണ് അല്ലെ. അപ്പൊ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നാലും ബാക്കിയുള്ള 4 കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ആരാണ്? P. സുരേന്ദ്രൻ. 1961 മലപ്പുറം ജില്ലയിലെ പാപ്പിനിപ്പാറയിൽ ജനിച്ചു. നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അധ്യാപകനാണ്. ജലസന്ധി, ബർമുഡ, സാമൂഹ്യ പാഠം, ഇലഞ്ഞി പൂമണം ഒഴുകുന്ന നാട്ടുവഴികള്, ഗൗതമ വിഷാദയോഗം, ചൈനീസ് മാർക്കറ്റ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, PV കൃഷ്ണപിള്ള. കുന്നത്തൂരാണ് ജന്മദേശം. ഹാസ്യ സാഹിത്യകാരൻ, നാടകകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. സീതാലക്ഷ്മി, പെണ്ണരശുനാട്, രാജ കേശവദാസൻ തുടങ്ങി 12 നാടകങ്ങളും ചിരിയും ചിന്തയും, MLC കഥകൾ എന്നീ കഥാസമാഹാരങ്ങളും, ബാഷ്പവർഷം എന്ന നോവലും, ഗുരുസമക്ഷം, അക്കാലങ്ങൾ, കോൺഗ്രസ് ചിത്രങ്ങൾ എന്നീ ലേഖന സമാഹാരങ്ങളും EVയുടെ സംഭാവനയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് EVയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ആരാണ്? ഇമ്പോർട്ടന്റ് ആയ വ്യക്തി VT ഭട്ടതിരിപ്പാട് അല്ലെ. എന്താണ്? വെള്ളിത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ഓക്കെ, അതായത് വെള്ളിത്തിരുത്തിത്താഴത്ത്. ഇത് ഓർത്തു വെക്കണം കേട്ടോ. ചിലപ്പോ VTയുടെ
ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. ഇപ്പോഴത്തെ PSC അല്ലേ, എന്ത് ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, അങ്കമാലി കിടങ്ങൂരിലാണ് ജനനം, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, നാടകകൃത്ത് എന്നീ നിലകൾ പ്രസിദ്ധനാണ്, അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് അല്ലെ. നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, എടുത്തു നോക്കൂ, 4 ഇത് ഉണ്ടാവും അല്ലെ. എന്താണ് ഇത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ VT ഭട്ടതിരിപ്പാടിന്റെ ഇത് ഏതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? നാടകത്തില് പെടുന്നതാണ്. ഓക്കെ. കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, വെടിവെട്ടം, രജനീരംഗം, സത്യം എന്നത്, ഇവിടെ മനുഷ്യനാകുന്നു തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ സാഹിത്യം പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ 3 മാർക്കാണ് തോന്നുന്നു അല്ലെ. അപ്പൊ സാഹിത്യമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവരെ എന്തായാലും പഠിക്കുമല്ലോ. അപ്പൊ നമുക്ക് വേറെ ബുക്കുകളും എക്സ്ട്രാ സോഴ്സസ് ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ SCERT നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. SCERTയും ഇതിൽ കൊടുത്തിരിക്കുന്ന കൃതികളും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ. ബാക്കിയുള്ളവ തേടി പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബൈ ഹാർട്ട് ആയിട്ട് നമ്മൾ പഠിക്കാനേ വേണം. ഓക്കെ. അടുത്താരാണ്? KP അപ്പൻ. ആലപ്പുഴയിലാണ് ജനനം, സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ, ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, തിരസ്കാരം, കലഹവും വിശ്വാസവും, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിന്റെ കവചം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്താരാണ്? ചേലപ്പറമ്പ് നമ്പൂതിരി. ഇടയ്ക്ക് 1690-നും 1780-നും ഇടയ്ക്ക് ജീവിതകാലം. കോഴിക്കോടിനടുത്ത് ചാലിയമാണ് ജന്മസ്ഥലം എന്ന് കരുതുന്നത്. മുക്തരചയിക്കാളിൽ പ്രമുഖൻ. പാട്ടുണ്ണി ചരിതം. ഓക്കെ. ഇതിൽ ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പാട്ടുണ്ണി ചരിതമാണ് കേട്ടോ. പാട്ടുണ്ണി ചരിതമാണ് അദ്ദേഹത്തിന്റെ കൃതി. അപ്പൊ ചേലപ്പറമ്പ് നമ്പൂതിരി. ഓക്കെ. അടുത്ത ആരാണ്? നാലാപ്പാട്ട് നാരായണ മേനോൻ. നാലാപ്പാട്ട് നാരായണ മേനോൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്താണ്? പൊന്നാനിക്കടുത്തുള്ള വന്നേരി നാലാപ്പാട്ട് തറവാട്ടിലെ ജനനം, കവി, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ, കണ്ണുനീർത്തുള്ളി വിലാപകാവ്യം, പാവങ്ങൾ വിവർത്തനം, രതി സാമ്രാജ്യം, ചക്രവാളം, ആർഷാജ്ഞാനം, സുലോചന തുടങ്ങിയവ പ്രധാന കൃതികൾ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അടുത്തതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ. വള്ളത്തോൾ നാരായണ മേനോൻ തിരൂരിനടുത്തുള്ള മംഗലം. ഓക്കെ. മംഗലം അംശം വള്ളത്തോൾ കുടുംബത്തിലെ ജനനം, ആധുനിക കവിത്രയത്തിൽ പെടുന്നു, പത്രാധിപര്, അതുപോലെ തന്നെ കലാപരിപോഷകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ, കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു, സാഹിത്യമഞ്ജരിയുടെ 11 ഭാഗം എഴുതിയത് അദ്ദേഹമാണ്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദനല മനമറിയാം, കൊച്ചുസീത, ശിഷ്യനും മകനും, ചിത്രയോഗം, മഹാകാവ്യം, വാൽമീകി രാമായണത്തിന്റെ പരിഭാഷ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. പത്മഭൂഷൺ, കവിതിലകൻ, കവി സാർവഭൗമൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ കൃതികൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? ഇവിടെ മുതൽ നമ്മുടെ ഇവിടെ വരെ വാൽമീകി ഈ കൃതികൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ ഈ പത്മഭൂഷൺ, കവിതിലകൻ, കവി സാർവഭൗമൻ ഓക്കെ എന്നിവയാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഓക്കെ. അടുത്തവരാണ് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂർ 1941 മൂവാറ്റുപുഴയ്ക്കടുത്ത് നമ്മുടെ ഓണക്കൂറിലാണ് ജനനം. ഓക്കെ. മൂവാറ്റുപുഴയ്ക്കടുത്ത് ഓണക്കൂറിലാണ് ജനനം എന്ന് പറയുന്നത്. നോവലിസ്റ്റ് ആണ്, ചെറുകഥാകൃത്താണ്, സഞ്ചാര സാഹിത്യകാരനാണ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഡയറക്ടറായിരുന്നു. ഇല്ലം, ഉൾക്കടൽ, കാമന, കർത്താമര, ഹൃദയത്തിൽ ഒരു വാൾ, പർവ്വതങ്ങളിലെ കാറ്റ്, പ്രണയതാഴ്വരയിലെ ദേവദാരു തുടങ്ങിയ നോവലുകളും, ഒലിവുമരങ്ങളുടെ നാട്ടില്, അടരുന്ന ആകാശം എന്നീ യാത്രാ വിവരണങ്ങളും, 4 പൂച്ചക്കുട്ടികൾ, നാടു നീങ്ങുന്ന നേരം തുടങ്ങിയ കഥാസമാഹാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് ഇവിടെ മുതൽ നോക്കുക കേട്ടോ. ഇവിടെ മുതലാണ് കൃതികൾ വരുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെ പഠിക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിനും യാത്രാ വിവരണത്തിനും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ആരാണ്? യൂസഫ് അലി കേച്ചേരി. 1934 തൃശ്ശൂരിലെ കേച്ചേരിയിൽ ജനനം,
കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1000 നാവുള്ള മൗനം, 5 കന്യകകൾ. ഓക്കെ, 1000 നാവുള്ള മൗനം, 5 കന്യകകൾ, അതുപോലെ ഓർമ്മയ്ക്ക് താലോലിക്കാൻ, കേച്ചേരിപ്പുഴ, നാദബ്രഹ്മം, മുഖപടമില്ലാതെ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും സിന്ദൂരച്ചേപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥയും ഒട്ടേറെ സിനിമാ ഗാനങ്ങളും രചിച്ചു. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ്, മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ആരാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് ആരാണ്? തിരുവല്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു. കവി, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. മാണിക്യവീണ, വെള്ളിത്താലം, മാനസപുത്രി, സരോവരം, കദളീവനം, കാമസുരഭി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും കൈരളീകോശം, തിരുക്കുറൽ, ഭാരതിയുടെ കവിതകൾ, തുളസീദാസ രാമായണം തുടങ്ങിയ വിവർത്തനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഇത്രയും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കാം. അടുത്ത ആരാണ്? PK ബാലകൃഷ്ണൻ. എറണാകുളം എടവനക്കാട്ട് ജനനം. നോവലിസ്റ്റ്, ചരിത്ര ഗവേഷകൻ, നിരൂപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ, പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്നീ നോവലുകളും, ചന്തു മേനോൻ ഒരു പഠനം, നോവൽ സിദ്ധിയും സാധനയും, കാവ്യകല കുമാരനാശാനിലൂടെ തുടങ്ങിയ നിരൂപണങ്ങളും, ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രവും, നാരായണ ഗുരു എന്ന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ വയലാർ അവാർഡ് തുടങ്ങിയ ഇതും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ മുതലാണ് നോക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഇവിടെ മുതൽ നോക്കാം. ആരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ വരെ നോക്കുക കേട്ടോ. അടുത്ത ആരാണ്? G ശങ്കരക്കുറുപ്പ്. അല്ലെ, ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ്. എറണാകുളം കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു. ആദ്യ ജ്ഞാനപീഠ ജേതാവ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്? ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയത് അദ്ദേഹമാണ്. ഓടക്കുഴൽ, സാഹിത്യ കൗതുകം, 4 ഭാഗങ്ങൾ, വിശ്വദർശനം, അന്തർദാഹം, പതികന്റെ പാട്ട്, പാതേയം, കവിതാ സമാഹാരങ്ങൾ, ഗീതാഞ്ജലി, വിലാസലഹരി, വിവർത്തനങ്ങള്, സന്ധ്യ ഇരുട്ടുന്നതിന് മുമ്പുള്ള നാടകങ്ങള് തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, പത്മഭൂഷൺ എന്നിങ്ങനെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ പഠിക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അടുത്ത ആരാണ്? KC നാരായണൻ. കണ്ടോ, ഒരുപാട് ഇതില് 8th സ്റ്റാൻഡേർഡിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതുപോലെ റൈറ്റേഴ്സ് ആണെങ്കിലും ശരി, ബാക്കിയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 8th സ്റ്റാൻഡേർഡിന്റെ മലയാളം ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് ബുക്ക് വിട്ടാലും 8th സ്റ്റാൻഡേർഡിന്റെ വിടാതിരിക്കുക. ഓക്കെ, നോക്കിയാലോ. അടുത്ത ആരാണ്? KC നാരായണൻ. ഓക്കെ, 1952 കേട്ടോ. 1952 പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് ജനനം. മാധ്യമപ്രവർത്തകൻ, വിമർശകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ഭാഷാപോഷിണി ഇമ്പോർട്ടന്റ് ആണ്. ഭാഷാപോഷിണി മാസികയുടെ എഡിറ്റർ ഇൻചാർജ് ആയിട്ട് പ്രവർത്തിക്കുന്നു. മികച്ച പത്രപ്രവർത്തനത്തിനുള്ള കോമൺവെൽത്ത് ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ. ഓക്കെ, മലയാളികളുടെ രാത്രി, വലിയ പാലിന്റെ പാഠങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓക്കെ, അടുത്ത ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂര്. തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരാണ് ജനനം. വളർന്നതും ജനിച്ചതും ഗുരുവായൂരിലാണ്. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ബലിക്കല്ല്, നാഴികമണി, ആട്ടുകട്ടിൽ, അമൃതമദനം, ആനപ്പക, ധർമ്മചക്രം എന്നീ നോവലുകളും, വാഗപത്രം, നഷ്ടപ്പെട്ട പൊന്നോണം, എന്റെ 101 കഥകൾ, പുത്തൂർ കഥകള്, തിരഞ്ഞെടുത്ത കഥകള്, അനുഭവങ്ങളുടെ നേർരേഖകൾ തുടങ്ങിയ കഥാസമാഹാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്. ഓക്കെ, പത്മപ്രഭ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, P കുഞ്ഞിരാമൻ നായർ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടാണ് ജനനം. ഇതൊരിക്കൽ ഇദ്ദേഹത്തിന്റെ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്. കവിയാണ്, അധ്യാപകനാണ്, കാൽപ്പനിക പ്രസ്ഥാനത്തിലെ പ്രമുഖനാണ്. കളിയച്ചൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം. ഓക്കെ, എന്തൊക്കെയാണ്? കളിയച്ചൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം തുടങ്ങി 70ഓളം കവിതാ സമാഹാരങ്ങൾ
ആഹാരങ്ങൾ, കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്ന ആത്മകഥകളും രചിച്ചിരിക്കുന്നു. ആത്മകഥകൾ അപ്പൊ ഏതൊക്കെയാണ്? കവിയുടെ കാൽപ്പാടുകള്, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആരാണ്? ടി ഉബൈദ് ആണ്. ടി ഉബൈദ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കലിലാണ് ജനനം. അധ്യാപകൻ, മാപ്പിളപ്പാട്ടിൽ ഗവേഷകൻ. ഉബൈദിന്റെ തിരഞ്ഞെടുത്ത കവിതകളാണ് ചന്ദ്രകല, ഗാനവീജി, ബാഷ്പധാര കവിത, മണ്ണിലേക്ക് മടങ്ങി, കന്നഡ ചെറുകഥകൾ തുടങ്ങി അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. വല്ലത്തോൾ കവിതകള്, ചിന്താവിഷ്ടയായ സീത, വീണപൂവ് തുടങ്ങിയ കൃതികൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ടി ഉബൈദാണ്. ഓക്കെ ഓക്കെ, അപ്പോ റൈറ്റേഴ്സിന്റെ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ബുക്കില് ഓൾമോസ്റ്റ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാർട്ട് 1 കേട്ടോ. ആദ്യത്തെ ബുക്കിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ബുക്കിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ മലയാളത്തിന്റെ പാർട്ട് 2 8th സ്റ്റാൻഡേർഡിൽ തന്നെ രണ്ടാമത്തെ ബുക്ക് ഉണ്ട് അല്ലെ, 2 ബുക്കാണ്. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് അനിവാര്യം? അനിവാര്യം എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത. അനിവാര്യം എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത. അനിവാര്യം എന്നാൽ ഒഴിച്ചുകൂടാനാവാത്ത. ഓക്കെ, അനിഷേധ്യൻ. അനിഷേധ്യൻ എന്താണ്? നിഷേധിക്കാനാവാത്തത്. ഓക്കെ, അഭയം, ആശ്രയം. അഭയം എന്താണ്? ആശ്രയമാണ്. അഭിമുഖീകരിക്കുക എന്താണ്? നേരിടുക. അഭിമുഖീകരിക്കുക, നേരിടുക. ഓക്കെ, അംബിക, ലോക മാതാവ്. അംബിക എന്താണ്? ലോക മാതാവ് എന്ന സങ്കല്പം. ലോകമാതാവ് എന്ന സങ്കല്പം. അർക്കൻ, സൂര്യൻ. ഇമ്പോർട്ടന്റ് ആണ്. അർക്കൻ, സൂര്യൻ. ഉറുമാൽ എന്താണ്? കൈലേസ്, തൂവാല. ഓക്കെ, അർക്കൻ എന്താണ്? സോറി, ഉറുമാൽ എന്താണ്? കൈലേസ്, തൂവാല. ഓക്കെ, എന്നിയെ. എന്നിയെ എന്താണ്? കൂടാതെ, ഇല്ലാതെ. എന്നിയെ എന്താണ്? കൂടാതെ, ഇല്ലാതെ. കച്ചകെട്ടുക, ശൈലി എന്താണ്? തയ്യാറെടുക്കുക. കഥകളിയില് ആദ്യമായി അരങ്ങത്തെത്തുക, കളരിപ്പയറ്റിന് തയ്യാറാവുക. ഓക്കെ, അതാണ് കച്ചകെട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാഞ്ചി, അരഞ്ഞാൻ. കീർത്തിമുദ്ര. കീർത്തിമുദ്ര എന്താണ്? പ്രശസ്തിയുടെ അടയാളമാണ്. കീർത്തിമുദ്ര എന്ന് പറയുന്നത് എന്താണ്? പ്രശസ്തിയുടെ അടയാളമാണ്. കെടുതി. കെടുതി എന്താണ്? നാശം, വിപത്ത്. നാശം, വിപത്ത്. കേണ്, കരഞ്ഞ്. കേണ് എന്താണ്? കരഞ്ഞാണ്. കേണ്, കരഞ്ഞാണ്. ക്രൗര്യം. ക്രൗര്യം എന്താണ്? ക്രൂരത. ക്ലേശം, വേദന, കഷ്ടപ്പാട്. വേദന, കഷ്ടപ്പാട്. ചുട്ടി, അരിമാവ് കുറി. അരിമാവ് കുറി. ചുട്ടിക്കാരൻ, ചുട്ടി കുത്തി കൊടുക്കുന്ന ആള്. ഓക്കെ, തന്മ, വിശേഷ സ്വഭാവം, പ്രത്യേകത. ഓക്കെ, തന്മയത്വം, താതാത്മ്യം. തന്മയത്വം എന്താണ്? താതാത്മ്യം. താവകം, നിന്റെ, അങ്ങയുടെ. തീർത്ഥം എന്താണ്? ശുദ്ധജലം, പുണ്യജലം, അധ്യയനം. ഓക്കെ, അടുത്ത എന്താണ്? തൊങ്ങലുകൾ. തൊങ്ങലുകൾ എന്താണ്? തൊങ്ങലുകൾ അലങ്കാരങ്ങൾ. തൊങ്ങലുകൾ എന്താണ്? അലങ്കാരങ്ങളെയാണ് പറയുന്നത്. ദുരന്തം. ദുരന്തം എന്താണ്? ആപത്ത്, നല്ലതല്ലാത്ത അവസാനം. ഓക്കെ, ആപത്ത്, നല്ലതല്ലാത്ത അവസാനം. ധ്യാനം നിമഗ്നൻ. ധ്യാന നിമഗ്നൻ, ധ്യാനത്തിൽ മുഴുകിയവൻ. ധ്യാന നിമഗ്നൻ എന്നാൽ എന്താണ്? ധ്യാനത്തിൽ മുഴുകിയവൻ. ഓക്കെ, നവോത്ഥാനം, പുതിയ ഉണർവ്. നവോന്മേഷം, പുതിയ ഉണർവ്, പുത്തൻ ഉണർവ്. ഓക്കെ, പട്ടാണി, മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം. ഇതൊക്കെ നമ്മൾ അതിലും വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇതിലും ഉണ്ട് കേട്ടോ. പരസഹസ്രം. പരസഹസ്രം ആയിരക്കണക്കിന്. പൂർവം. പൂർവം എന്നാൽ എന്താണ്? ആദ്യം, കിഴക്ക്, കൂടി. യവനൻ. കഥകളിയിലെയും കൃഷ്ണനാട്ടത്തിലെയും ഒരു പ്രതിനായക വേഷമാണ് യവനൻ. ഗ്രീസ് ദേശത്തുള്ളവൻ എന്നും പറയപ്പെടുന്നു. ഓക്കെ, യുഗം, കാലം. രൂക്ഷം എന്താണ്? തീക്ഷ്ണമായത്. ഓക്കെ, രൂക്ഷം എന്താണ്? തീക്ഷ്ണമായത്. വിസ്ഫോടനം, വലിയ പൊട്ടിത്തെറി. വേഷവിധാനം, വേഷ ഒരുക്കങ്ങൾ. വേഷവിധാനം, വേഷാലങ്കാരങ്ങൾ. ശൂരൻ, പരാക്രമി. ശോണിമ, ചുവപ്പ്. സപര്യ, പൂജ. സമാശ്വാസം, പൂർണമായ ആശ്വാസം. ഓക്കെ, സമ്മോഹനം, മോഹിപ്പിക്കുന്നത്. സാമോദം, സന്തോഷത്തോടെ. സ്വാധികാരം, തന്റെ അധികാരം. ഓക്കെ, അനുജ്ഞ, കൽപ്പന, ഉത്തരവ്, അനുവാദം. ഓക്കെ, അഭിഭൂതം എന്താണ്? അഭിഭൂതം പരാജയം, പരിഭവം. അഭിശപ്തൻ, ശപിക്കപ്പെട്ടവൻ, ദുഷിക്കപ്പെട്ടവൻ. അദ്യുതകാംക്ഷ. അദ്യുതകാംക്ഷ ഉയർച്ച ആഗ്രഹിക്കൽ. അദ്യുതകാംക്ഷ ഉയർച്ച ആഗ്രഹിക്കൽ. അഷ്ടദിക്പാലകർ, എട്ടുദിക്കുകളെ പാലിക്കുന്നവർ. എട്ടുദിക്കുകളെ പാലിക്കുന്നവർ. ആക്രന്ദനം. ആക്രന്ദനം എന്താണ്? വലിയ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി. ഓക്കെ, ആമോദം, സൗരഭ്യം, സന്തോഷം. ആയസഗോളം, ഇരുമ്പുഗോളം,
എലുമ്പ്, എല്ല്. കല്ലോലം, തിരമാല. കാനീനൻ, കന്യകയുടെ പുത്രൻ. കാമസുരഭി, കാമധേനു. കാലഗതി എന്താണ്? സമയത്തിന്റെ പോക്ക്, മരണം. അടുത്തെന്താണ്? കിടയറ്റ, എതിരില്ലാത്ത. കൃതജ്ഞത, കൃതജ്ഞ എന്താണ്? നന്ദികേടാണ്, നന്ദികേട്. കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. ക്രന്ദനം, കരച്ചിൽ. ക്രന്ദനം എന്താണ്? കരച്ചിലാണ്. ചീലാന്തി, മോന്തായം. ഓക്കെ, ചീലാന്തി, മോന്തായം. ജീവസറ്റ, ചൈതന്യം നഷ്ടപ്പെട്ട. ഓക്കെ, ജ്ഞാപനം. ജ്ഞാപനം എന്താണ്? അറിയിപ്പാണ്, അറിയിപ്പ്. തമ്പകം, ഒരുതരം വൃക്ഷം. സ്ഥാനം, സ്വരവിസ്താര മുറ. ഓക്കെ, സ്വരവിസ്താര മുറ. താലപത്രം, തെങ്ങോല, കരിമ്പനയോല. തുങ്കാഗ്രം, തുങ്കാഗ്രം ഉയർന്ന അഗ്രം, കൊടുമുടി. ഓക്കെ, തൊങ്ങിത്തേങ്ങി. തൊങ്ങിത്തേങ്ങി എന്താണ്? ഏന്തി വലിഞ്ഞ് പരസഹായത്തോടെ. ഓക്കെ, ത്വര, വെമ്പൽ. ത്വര എന്താണ്? വെമ്പൽ. ഓക്കെ, മാസ്മരികം, മനഃശക്തി ഉപയോഗിച്ച് അന്യരെ നിയന്ത്രിക്കുക. മനഃശക്തി ഉപയോഗിച്ച് അന്യരെ നിയന്ത്രിക്കുക. മോന്തായം, പുരയുടെ കഴുക്കോൽ പിടിപ്പിക്കുന്ന നീളമുള്ള തടി. വനസ്ഥലി, കാട്ടുപ്രദേശം. വനഹൃദന്തം, കനത്തിന്റെ ഉള്ളിൽ. ഇത് റിപ്പീറ്റഡ് ആവുന്നുണ്ട്, അപ്പൊ എഴുതുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എഴുതണ്ട കേട്ടോ. വാജി, കുതിര. വാർമിത്തും, ഭംഗി വർദ്ധിച്ച. ഓക്കെ, വിക്രമി, ശക്തൻ, പരാക്രമി. വിജനത, ആളൊഴിഞ്ഞ അവസ്ഥ. വിപ്രൻ, ബ്രാഹ്മണൻ. വിഭൂതി, ഐശ്വര്യം. വൃഷ്ണി, യാദവൻ. വെൺകൊറ്റക്കുട, രാജചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളക്കുട. ഓക്കെ, ത്വൽ എന്നാൽ എന്താണ്? നിന്റെ. ത്വൽ എന്നാൽ എന്താണ്? നിന്റെ. ദേശികൻ, ആചാര്യൻ. ദ്വിജൻ, ബ്രാഹ്മണൻ. ദ്വൈരഥം, രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധം. നാനി, പെരുന്തച്ഛന്റെ ഭാര്യ. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. പുകൾ, കീർത്തി, സ്തുതി. പൂതലിക്കുക, ദ്രവിക്കുക. പ്രാജ്ഞൻ, പ്രാജ്ഞൻ എന്താണ്? വിദ്വാൻ. ഭൃംഗം, വണ്ട്. വത്സിക്കുക, നിന്ദിക്കുക. ഭ്രാതാവ്, സഹോദരൻ, ഉറ്റമിത്രം. മട്ടോലും, തേൻ ഒലിക്കുന്ന. മധുമാസം, വസന്തകാലം. മന്ദീഭവിക്കുക, ക്ഷീണിക്കുക. മരിക, മരം കൊണ്ടുള്ള ഒരു തരം പാത്രം. മർമരം, ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം. ഓക്കെ, വെൺചാമരം. വെൺചാമരം എന്താണ്? ചാമരി മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തു. ഓക്കെ, വേദപാരംഗതൻ. വേദപാരംഗതൻ, വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ. ഓക്കെ, ശമം, മനസ്സിന്റെ അടക്കം, സമാധാനം. ശങ്കരദേശിക, ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ. ഓക്കെ, ശങ്കരദേശിക ദേശഭാഷ. ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ. സമൂലം, വേരോടെ. സമൂലം, വേരോടെ. സഹോടൻ. സഹോടൻ എന്താണ്? വിവാഹ കാലത്ത് തന്നെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന പുത്രൻ. ഓക്കെ, കാലത്ത് തന്നെ സ്ത്രീയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന പുത്രൻ. ഓക്കെ, സൗഭ്രാതം, സഹോദര സ്നേഹം. സംശ്രയം, ആശ്രയം. സ്തോവം, ചൈതന്യരഹിതമായ. സ്തബ്ധൻ, സ്തംഭിച്ചു നിൽക്കുന്നവൻ. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ ഇതിൽ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ ഇനി വീണ്ടും റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, വൈശാഖൻ. വൈശാഖൻ ജൂണില് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കണ്ടച്ചാവടിയിൽ ജനിച്ചു. യഥാർത്ഥ പേര് MK ഗോപിനാഥൻ നായർ. MK ഗോപിനാഥൻ നായർ. കഥാകൃത്ത്, നോവലിസ്റ്റ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. ഓക്കെ, ജോലി ചെയ്യവേ സ്വയം വിരമിച്ചു. നൂൽപാലം കടക്കുന്നവർ. ഓക്കെ, എന്താണ്? നൂൽപാലം കടക്കുന്നവർ. അപ്പീൽ അന്യായ ഭാഗം. അതിരുകളില്ലാതെ. അകാലത്തിൽ വസന്തം. നിശാശലഭം. വൈശാഖൻ കഥകൾ, റെയിൽവേ കഥകൾ. വേലിമുല്ല. വൈശാഖന്റെ ജീവിത ചിന്തകൾ, ആത്മകഥനങ്ങൾ തുടങ്ങിയവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചെറുകാട് അവാർഡ്, കമലാ സുരയ്യ പുരസ്കാരം തുടങ്ങിയ നിരവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂര്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഉണ്ണികൃഷ്ണൻ പുത്തൂര് നമ്മൾ പറഞ്ഞതാണ്. കുഞ്ഞിരാമൻ നായർ നമ്മൾ പറഞ്ഞതാണ്. ഉബൈദ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, പറഞ്ഞ ആൾക്കാരൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇതിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പദപരിചയം കാര്യങ്ങളും പദകോശവും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാർട്ട് 2-ല് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഇതെടുത്തിട്ട് എന്താ നമ്മുടെ നോട്ടും പെന്നും എടുത്തിട്ട് ഇരുന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ചും എഴുതി പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കലോ അങ്ങനെയുള്ളതൊന്നും എനിക്ക് കറക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, അപ്പൊ മലയാളത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം ചോദിക്കാൻ അതിലൊന്നുമില്ല. അഥവാ ഇനിയിപ്പോ അവര് പരിഷ്കരിച്ച് വേറെ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിലേ ഉള്ളൂ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും നോക്കുക കേട്ടോ. ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസം നമ്മൾ 9th സ്റ്റാൻഡേർഡിന്റെ മലയാളമായിട്ട് കാണാം കേട്ടോ. എന്തായാലും ACRT സീരീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ മലയാളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ബാക്കിയുള്ളത് ഞാൻ എന്തായാലും എടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വേണ്ടതെന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.